നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ജൂലൈ 13 ശനിയാഴ്ചയാണ്, മിഥുനം 29. സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ മഴ തുടരുന്നു. ബീഹാറും പശ്ചിമ ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്നറിയാം. വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ തുടങ്ങും. ഇതുൾപ്പെടെ നിരവധി വാർത്തകളുള്ള ദിവസമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ 100 വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ഇന്ന്. വോട്ടെടുപ്പ് നടന്നത് ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. കോഴിക്കോട് CPIM-ന്റെ നിർണായക യോഗങ്ങൾ ഇന്ന്. ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളാണ് ഇന്ന് ചേരുക. PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കെതിരായ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് ചുമതലകളിൽ നിന്ന് പ്രമോദ് കോട്ടുളിയെ നീക്കാൻ സാധ്യത. അടിമാലിയിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പിണങ്ങി മാറി നിന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. പൊതുമധ്യത്തിൽ DCC പ്രസിഡന്റിനെ അവഹേളിച്ചു എന്ന കാരണത്താലാണ് പിണക്കം. CP മാത്യു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ രാജിക്കത്ത് വലിച്ചെറിഞ്ഞ K. സുധാകരൻ. CP മാത്യു വിട്ടുനിന്നത് അടിമാലിയിലെ മറിയക്കുട്ടിക്ക് KPCC നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ. വീണ്ടും ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി സർക്കാർ. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് ഗവർണറെ മറികടന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. ഗവർണർ ഇനിയും അംഗീകാരം നൽകാത്ത ബില്ലിലെ വ്യവസ്ഥയനുസരിച്ചാണ് 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്ത്യ സിംബാബ്വെ 4-ാം T20 ഇന്ന്. മത്സരം വൈകിട്ട് 4:30. ഹരാരയിൽ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ ഇരിട്ടിയിൽ കാൽവഴുതി റോഡിൽ വീണ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് ഇടുക്കി സ്വദേശി രാജൻ. റോഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച രാജനെ പുറകിൽ വന്ന വാഹനം ഇടിച്ചു വീഴ്ത്തി. കൊച്ചി കളമശ്ശേരിയിൽ റേഷൻ കട ഉടമയ്ക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. റേഷൻ വാങ്ങാനെത്തിയയാൾ മട്ടാരി വേണമെന്നാവശ്യപ്പെട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി. പരുക്കേറ്റ വ്യാപാരി ചികിത്സയിൽ. വീട് മഴയിൽ തകർന്നതോടെ കയറിക്കിടക്കാനിടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോട്ടയത്തെ ഒരു കുടുംബം. കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് കാരാപ്പുഴ സ്വദേശി രാജേഷിന്റെ വീട്. 2 കുട്ടികളും പ്രായമായവരും ഉൾപ്പെട്ട കുടുംബം ദുരിതാവസ്ഥയിൽ. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ സംസ്ഥാന പ്രവർത്തക പരിശീലന ക്യാമ്പ് ഇന്നു മുതൽ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത്. വർക്കല ശിവഗിരി കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10-ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയർന്നതോടെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരുക്കില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലോക പേപ്പർ ബാഗ് ദിനത്തിൽ ബോധവൽക്കരണവുമായി കോട്ടയം പാമ്പാടി KG കോളേജിലെ NCC യൂണിറ്റ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പേപ്പർ ബാഗ് വിതരണവും നടന്നു. കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മൾട്ടി ജിംനേഷ്യം ആരംഭിച്ചു. പോലീസ് സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് പദ്ധതി. കാവൽ കരുത്ത് എന്ന പേരിൽ ആരംഭിച്ച മൾട്ടി ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് IPS നിർവഹിച്ചു. ദേശീയ തൊഴിൽ സഹകരണ ഫെഡറേഷന്റെ ഡയറക്ടറായി കോഴിക്കോട് സ്വദേശി TK കിഷോർ കുമാർ. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹിയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ. കേരള സഹകരണ സംഘം പ്രതിനിധിയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ചീഫ് പ്രോജക്ട് കോർഡിനേറ്ററുമാണ്. കൊല്ലം വെളിനല്ലൂരിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ ലബോറട്ടറി തുടങ്ങുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. പ്രഖ്യാപനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ. ജനവാസ മേഖലകളിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്ന സംഭവത്തിൽ ഇടപെട്ട് വനം മന്ത്രി AK ശശീന്ദ്രൻ. ആക്രമണം രൂക്ഷമായ കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലത്തോട് സന്ദർശിച്ച് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ താമരശ്ശേരി റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം. ശക്തമായ മഴയിൽ കോഴിക്കോട് വ്യാപക നാശനഷ്ടം. ചോറോട് പഞ്ചായത്തിലെ മീത്തലങ്ങാടി മുട്ടുങ്ങൽ തറോൽമല ഇടിഞ്ഞു വീണു. താഴ്ഭാഗത്തെ വീടുകൾ അപകട ഭീഷണിയിൽ.
പെരിയാറിലേക്ക് വീണ്ടും മാലിന്യമൊഴുക്കി വ്യാപാര സ്ഥാപനം. ഇടയാർ വ്യവസായ മേഖലയിലെ CG ലൂബ്രിക്കൻസ് പെരിയാറിലേക്ക് വീണ്ടും മാലിന്യമൊഴുക്കിയെന്ന് പരാതി. ഫാക്ടറിയിൽ പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ. പുണ്യശ്ലോകൻ ഫാദർ ആമണ്ട് കപ്പൂച്ചിന്റെ ദൈവദാസ പദവി പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രത്തിലാണ് ചടങ്ങ്. പത്തനംതിട്ട മുല്ലശ്ശേരി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ സയൻസ് ലാബ് തുടങ്ങി. പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് നവനീത് N ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തി വാട്ടർ അതോറിറ്റി. കുടിശ്ശികയായ 7,80,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിരവധി തവണ കത്ത് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് 2 ലക്ഷം രൂപ മാത്രം അടച്ച് ബാക്കി അടയ്ക്കാൻ കൂട്ടാക്കാതെ വന്നതാണ് കുടിവെള്ള വിതരണം നിർത്താൻ കാരണം. കൊയിലാണ്ടി നെല്ലിയാടിയിൽ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് കുറ്റ്യാടി മലയോര മേഖലകളിൽ മഴ ശക്തം. തൊട്ടിൽപ്പാലം പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. തൊട്ടിൽപ്പാലം പുഴയുടെ കൈവഴിയായ പട്ടിയാട്ട് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കേരളത്തിൽ മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗം മുൻപുണ്ടായിരുന്നതിലും വർദ്ധിക്കുന്നെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. ജനകീയ ലഹരി വസ്തുവായ മദ്യം വിൽക്കുന്ന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണം വിപരീത ഫലമുണ്ടാക്കിയെന്നും MLA. ഫോർട്ട് കൊച്ചിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചു. പുക്കാട്ടുപടി ഇടക്കൊച്ചി റൂട്ടിലാണ് അപകടമുണ്ടായത്. കാസർഗോഡ് പുലിക്കുന്നിൽ കാറിൽ MDMA വിൽപ്പന നടത്തിയ യുവാവിന് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. മുളിയാർ സ്വദേശി നൌഷാദ് ഷെയ്ഖിനെ ശിക്ഷിച്ചത് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ശക്തമായതുകൊണ്ടാണ് യുവാക്കൾക്ക് എളുപ്പത്തിൽ വിദേശത്തേക്ക് പോകാൻ കഴിയുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ശാസ്താംകോട്ട JMHSSന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന പ്രതി പിടിയിൽ. കൊടുവള്ളി സ്വദേശി സഖറിയയാണ് കസബ പോലീസിന്റെ പിടിയിലായത്. 110ലധികം കേസുകളിൽ പ്രതിയാണ് സഖറിയ. കോഴിക്കോട് കാവിലുംപാറ മുറ്റത്തെപ്ലാവിൽ മണ്ണിടിച്ചിൽ. ചാപ്പൻതോട്ടം മുറ്റത്തെപ്ലാവ് റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത് നടയറയിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷം. പ്രദേശവാസികൾ ദുരിതത്തിൽ. ഉടൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരനെ ആക്രമിച്ചിരുന്നു. കാട്ടാക്കടയിലെ സർക്കാർ ഓഫീസുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. പഞ്ചായത്ത് ഓഫീസ്, വൈദ്യുതി ഭവൻ എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യ സംസ്കരണത്തിന് വേണ്ട സംവിധാനമില്ല. സർക്കാർ മന്ദിരങ്ങൾ സ്ഥാപിക്കുമ്പോൾ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം കൂടി ഒരുക്കാൻ തയ്യാറാകണമെന്ന് നാട്ടുകാർ. കന്യാകുമാരിക്കും കളിയക്കാവിളയ്ക്കുമിടയിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ വാഹനയാത്രികരെ വലയ്ക്കുന്നെന്ന് പരാതി. ശുചീന്ദ്രം, നാഗർകോവിൽ, ചുങ്കാൻകട, വില്ലുക്കുറി, തക്കല, മാർത്താണ്ഡം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കുഴികൾ രൂപപ്പെട്ടത്. പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവെന്ന് നാട്ടുകാർ. ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. PN പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാനതല ക്വിസ് മത്സരം സംഘടിപ്പിക്കും. തിരുവനന്തപുരം ജില്ലാതല മത്സരം ഇന്ന് രാവിലെ 10-ന് കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. വിജയികൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം. കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളുടെ സംസ്ഥാനതല വിതരണം ഇന്ന് തൊടുപുഴയിൽ. രാവിലെ 10-ന് വെങ്ങല്ലൂർ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല ഏർപ്പെടുത്തിയ MLA എക്സലൻസ് അവാർഡ് വിതരണം ഇന്ന് ഹരിപ്പാട് നടക്കും. രാവിലെ 10-ന് നങ്ങ്യാർകുളങ്ങര ഭൂവി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. വാളകം മാർത്തോമ വലിയ പള്ളി വികസന സംഘം, ഇടവക മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ കാഴ്ച പരിശോധന തിമിര രോഗനിർണയ ക്യാമ്പ് ഇന്ന് രാവിലെ 9-ന് വാളകം മാർത്തോമ വലിയ പള്ളിയിലാണ് ക്യാമ്പ്. കൊല്ലം KCBC സെപ്റ്റംബറിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിലേക്കുള്ള രചനകൾ ക്ഷണിച്ചു. രജിസ്ട്രേഷൻ ഫീസ് സഹിതം തപാലിലോ നേരിട്ടോ കോപ്പികൾ നൽകാം. അവസാന തീയതി ഓഗസ്റ്റ് 15. കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ 2023-24 മാതൃകാ അധ്യാപകർ, മികച്ച വിദ്യാലയങ്ങൾ എന്നീ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഓഗസ്റ്റ് 15. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 31. എറണാകുളം കളമശ്ശേരിയിലെ മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും ഓഗസ്റ്റിലാണ് ക്ലാസ് തുടങ്ങുക.
സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 26-ന് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കും. കൊച്ചി ചെലവന്നൂർ ബണ്ട് റോഡ് പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 15 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചെലവന്നൂർ ഭാഗത്തുനിന്ന് തൈക്കൂടം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ സഹോദരൻ അയ്യപ്പൻ റോഡ് വഴി പോകണം. കോഴിക്കോട് ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് PMAY ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ ഓംബുഡ്സ്മാന്റെ സിറ്റിംഗ് ഈ മാസം 15-ന് രാവിലെ 11 മണി മുതൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് സിറ്റിംഗ്. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 16 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റ്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 ബംഗ്ലാദേശ് സ്വദേശികൾ അറസ്റ്റിൽ. പിടിയിലായവരിൽ 4 സ്ത്രീകളും ഒരു കുട്ടിയും. പ്രതികളെ പിടികൂടിയത് ത്രിപുരയിൽ. അനധികൃത ഖനനം തടയാൻ വാഹന ട്രാക്കിംഗ്, റിമോട്ട് സെൻസിംഗ് എന്നിവ ഉപയോഗിക്കാനൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. അനധികൃത ഖനനം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ 2 മാസത്തിനകം പൂർത്തിയാകുമെന്നും ഉടൻ തന്നെ ട്രയൽ റൺ നടത്തുമെന്നും റെയിൽവേ അധികൃതർ. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. നവി മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. വരും ദിവസങ്ങളിലും മഴ തുടരാൻ സാധ്യത. പ്രളയക്കെടുതിയിൽ വലഞ്ഞ അസം. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. വ്യാപക കൃഷിനാശം. 14 ലക്ഷത്തോളം പേർ ഇപ്പോഴും ദുരിതത്തിൽ. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 24 മണിക്കൂറിനിടെ 25 മരണം, 39 പേർക്ക് പരുക്ക്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കശ്മീരിലെ പ്രശസ്തമായ ഉമാഭഗവതി ക്ഷേത്രം നാളെ ഭക്തർക്കായി തുറന്നുകൊടുക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും. പനാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള 6 വരി പാത പ്രവർത്തന സജ്ജം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. NH-66-നെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണിത്. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ നേരിയ തോതിൽ ഭൂചലനം. 4.1 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കർണാടക മുൻ മന്ത്രി ബി നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാൽമീകി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് അറസ്റ്റ്. ദീർഘദൂര ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ പരാതിക്ക് പരിഹാരമൊരുക്കി റെയിൽവേ. ദീർഘദൂര സർവീസുകളിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 46 ദീർഘദൂര ട്രെയിനുകളിൽ 92 ജനറൽ കോച്ചുകളാണ് പുതുതായി ചേർത്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഈ വർഷം ഒക്ടോബറോടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. UCC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും രൂപീകരണവും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായെന്നും മുഖ്യമന്ത്രി. മുൻ ചീഫ് സെക്രട്ടറി ശത്രുഘ്നൻ സിൻഹയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. തെലങ്കാനയിൽ ഒരു BRS MLA കൂടി കോൺഗ്രസിൽ ചേർന്നു. രാജേന്ദ്രനഗർ MLA പ്രകാശ് ഗൌഡയാണ് പാർട്ടി മാറിയത്. ഇതുവരെ 8 MLA-മാരാണ് BRS-ൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്ന് 12 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അപകടം പ്ലാറ്റു സ്റ്റേറ്റിൽ ബുസാബുജി കമ്മ്യൂണിറ്റിയിലെ സെയിന്റ് അക്കാദമി സ്കൂളിൽ. പരിക്കേറ്റ് 26ഓളം വിദ്യാർത്ഥികളെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 70-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും സംഭവസ്ഥലത്ത് കുടുങ്ങി. രക്ഷാപ്രവർത്തനം തുടരുന്നു. പ്രളയക്കെടുതിയിൽ വലഞ്ഞ നേപ്പാൾ. വ്യാപക മണ്ണിടിച്ചിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ. ഹവായിൽ ഹെലികോപ്റ്റർ തകർന്നതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരെ കാണാതായി. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് സമുദ്രത്തിന് മുകളിൽ. ഇന്തോനേഷ്യയിലെ സ്വർണ്ണഖനിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 26ആയി. 19 പേരെ കാണാതായി. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ 28ഓളം ഖനി തൊഴിലാളികളും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടിരുന്നു. വീണ്ടും തായ്വാൻ മേഖലയിൽ പ്രകോപനവുമായി ചൈന. രാജ്യാതിർത്തിയിൽ 66 ചൈനീസ് വിമാനങ്ങൾ കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം.
ഗസയിലെ നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം, 4 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. ഫിലിപ്പീൻസിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. ഈ വർഷം ഇതുവരെ രാജ്യത്തെത്തിയത് 3 ദശലക്ഷത്തിലധികം സഞ്ചാരികൾ. ടൂറിസം വരുമാനം 282 ബില്യൺ പെസോസായി ഉയർന്നു. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനത്ത് വെടിവയ്പ്, 2 ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു, 4 പോലീസുകാർക്ക് പരുക്ക്. അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. മോസ്കോയിൽ ജെറ്റ് വിമാനം തകർന്നു വീണു. സുഖോയ് സൂപ്പർ ജെറ്റ് 100 എന്ന വിമാനമാണ് തകർന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാഖ് സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 IS ഭീകരർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ ഉണ്ടായത് ദിയാല പ്രവിശ്യയിൽ. കുവൈറ്റിൽ അന്തരീക്ഷ താപനില ഉയരുന്നു. ഇന്നലെ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില. രാജ്യത്തിന്റെ പല മേഖലകളും 52 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. ക്രെഡിറ്റ് കാർഡിന് സമാനമായ പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങി UPI. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതുപോലെ UPIയിൽ ക്രെഡിറ്റ് ലൈനുകൾ നടപ്പാക്കാൻ RBI ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിന് ലണ്ടൻ ഒരുങ്ങുന്നു. ഈ മാസം 29 മുതൽ ഓഗസ്റ്റ് 1 വരെ ലണ്ടനിലെ ഡോക്ലാൻഡ്സിലുള്ള ഹിൽട്ടൺ ഡബിൾ ട്രീയിലാണ് കോൺക്ലേവ്. കോൺക്ലേവിന്റെ ഭാഗമായി ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, മികച്ച സംരംഭകർക്കുള്ള പുരസ്കാര വിതരണം എന്നിവയും ഉണ്ടാകും. അതിവേഗ ചാർജിംഗ് ഉറപ്പു നൽകുന്ന ഫോണുകളുടെ കിടമത്സരത്തിലേക്ക് ആപ്പിളും. iPhone 16 Pro, iPhone 16 Pro Max എന്നിവയിൽ മുമ്പത്തെ മോഡലുകളെക്കാൾ ഏറെ വേഗത്തിലുള്ള ചാർജിംഗ് സംവിധാനം വരുന്നതായി റിപ്പോർട്ടുകൾ. പുതിയ മോഡലുകളിൽ 40 വാട്ട്സിന്റെ വയേർഡ് ചാർജറും 20 വാട്ട്സിന്റെ മെഗാ സേഫ് വയർലെസ് ചാർജിംഗും പ്രതീക്ഷിക്കാം. ഇനി നോക്കാം കായിക വാർത്തകൾ. വിംബിൾഡൺ വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ജാസ്മിൻ പവോലിനെ ബാർബോറ ക്രെജിക്കോവയെ നേരിടും. വിംബിൾഡൺ വേദിയിൽ തിളങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മ. സെമി പോരാട്ടങ്ങൾ കാണാനാണ് രോഹിത് സെന്റർ കോർട്ടിലെത്തിയത്. ഇന്ത്യൻ മുൻ താരം ദിനേശ് കാർത്തിക്കും പങ്കാളിയും സ്ക്വാഷ് താരം ദീപിക പള്ളിക്കലും മത്സരം കാണാനെത്തിയിരുന്നു. കോപ്പ അമേരിക്ക ലൂസേഴ്സ് ഫൈനൽ നാളെ ഉണ്ടാകും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുറുഗ്വേയുടെ എതിരാളികൾ കാനഡ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലണ്ട് താരം ജെയിംസ് ആൻഡേഴ്സൺ ആശംസകളുമായി സച്ചിൻ ടെണ്ടുൽക്കർ. ഈ സീസണിലെ ആദ്യ കൊൽക്കത്ത ഡർബി ഇന്ന്. കൊൽക്കത്ത ഫുട്ബോളിൽ ലീഗിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടും. ഉച്ചതിരിഞ്ഞ് 3:15 മത്സരം. ഹ്യൂഗോ ബൗമസ് ഇനി ഒഡീഷ FC താരം. മോഹൻ ബഗാൻ വിട്ട താരത്തെ 1 വർഷത്തെ കരാറിലാണ് ഒഡീഷ സ്വന്തമാക്കിയത്. ഇനി കലാ സാംസ്കാരിക സിനിമാ രംഗത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന മഞ്ജു വാര്യർ ചിത്രം ഫൂട്ടേജിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. മഞ്ജു വാര്യർക്കൊപ്പം മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവർ. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അൽഫോൺസ് പുത്രൻ അഭിനയിക്കും. ആദ്യമായിട്ടാണ് അൽഫോൺസ് പുത്രൻ സ്വന്തം സംവിധാനത്തിലല്ലാത്ത സിനിമയിൽ നടനാകുന്നത്. വിമാനയാത്രയിൽ മോഹൻലാലിനെ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ച് നടിയും നർത്തകിയുമായ മുക്തി മോഹൻ. എല്ലാവർക്കും പ്രചോദനമായ ഇതിഹാസ താരത്തെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് മുക്തി ഇൻസ്റ്റഗ്രാമിൽ. അനൂപ് മേനോൻ നായകനായെത്തുന്ന ചിത്രം ചെക്ക്മേറ്റിലെ ആദ്യ ഗാനം പുറത്ത്. ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും വേടൻ. രതീഷ് ശേഖർ ചിത്രം സംവിധാനം ചെയ്തു. ഫാസിൽ ചിത്രം മണിച്ചിത്രത്താഴ് ഓഗസ്റ്റ് 17 വീണ്ടും തിയേറ്ററുകളിലേക്ക്. 4K അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്താണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ഇനി വൈറൽ ട്രെൻഡ്സ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു കിഡിലൻ ഡാൻസ്. തോബ തോബ എന്ന ഗാനത്തിന് ചുവടുവെച്ച മുടുരാജ് അനൂപിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം. പാടി തകർത്ത അമ്മയും മകനും. മലയാളം തമിഴ് ഗാനങ്ങളുടെ മാഷപ്പ് വീഡിയോ ശ്രദ്ധേയമാകും. വൈറലായി യുവതി യുവാക്കളുടെ കൈകൊണ്ടുള്ള ഡാൻസ് വീഡിയോ.
കൊറിയോഗ്രഫിയും കോർഡിനേഷനും കിടിലമെന്ന് നെറ്റിസൺ. ഫാക്ട് ചെക്ക്. മണിപ്പൂരിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ മണിപ്പൂരിൽ നിന്നുള്ളതല്ല. 2024 ജനുവരിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ അസമിൽ വെച്ചുണ്ടായ സംഭവമാണ് തെറ്റായ ക്യാപ്ഷനിൽ പ്രചരിക്കുന്നത്. ഇനി നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 21ആയി. നിരവധി പേർക്ക് പരുക്ക്. കുടുങ്ങിക്കിടക്കുന്ന 120ഓളം പേർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മോസ്കോയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 മരണം. റഷ്യൻ പാസഞ്ചർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗസയിലെ ഇസ്രായേൽ സേനാ പിന്മാറ്റത്തിനു പിന്നാലെ പ്രദേശത്തുനിന്ന് 60ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും. താൽ അൽ ഹവയിൽ നിന്ന് ഇന്നലെ രാവിലെയാണ് ഇസ്രായേൽ സേന പിന്മാറിയത്. ബറൽ ചുഴലിക്കാറ്റിൽ വലഞ്ഞ ടെക്സസ് നഗരം. നിരവധി പേരെ കാണാതായി. 10 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി മുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ. ചൈനയുമായുള്ള റെയിൽ കരാറിന് ഒപ്പുവെച്ച് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ. സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് അവിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ശക്തമായ മഴയുണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിൽ ഓറഞ്ച് അലർട്ട്. ജമ്മുവിൽ കനത്ത മഴയെ തുടർന്ന് റോഡ് തകർന്നു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.